ചെങ്കടലിന്റെ മുൻപിൽ നീ പതറുവതോ മനമേ, ചെങ്കടലിന്റെ മുൻപിൽ നീ പതറുവതോ മനമേ, ചെങ്കടൽ മീതെ കൈനീട്ടി നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. ചെങ്കടൽ മീതെ കൈനീട്ടി നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. കൈകൾ ഉയർത്തി തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾ ജോലിക്ക് വേണ്ടിയും വീടിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുമാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം ദൈവം ചേർത്ത് നൽകും. ഉടമ്പടി എന്ന് പറയണത് ദൈവത്തിൻ്റെ ഒരു മഹാ ഉടമ്പടിയുണ്ട്. അതിൻ്റെ പ്രോമിസ് എല്ലാം സാക്ഷാത്കരിക്കപ്പെടും. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. നിത്യത വരെയാണ് ഇതിൻ്റെ ഗുണം ചെയ്യാൻ പോണത്. ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഇനി നമുക്ക് കിട്ടാനില്ല. അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പേരിൽ നൽകിയ സ്വയംദാനമാണിത്. ശരിക്കും അതറിഞ്ഞ് വേണം എൻ്റെ മക്കൾ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലാനും ഉടമ്പടി പ്രാർത്ഥന ചെല്ലാനും. ചില അച്ഛന്മാരൊക്കെ ചോദിക്കും എന്നോട്, എന്തിനാ നീലത്തിരി, കളർ വ്യത്യാസം എന്തിനാ പച്ചത്തിരി എന്നൊക്കെ. ഒരു തിരി പോരെ? ഞാൻ പറഞ്ഞു അല്ല, അത് ഉടമ്പടി തിരിയാ. നീലത്തിരി എന്ന് പറയുന്നത് വാഗ്ദാന പേടകം മൂടിയിരുന്നത് മോസസിനോട് ദൈവം പറഞ്ഞു കൊടുത്ത കളറാണ്. എന്താണ്? നീല ലിനം കൊണ്ട് നീ വാഗ്ദാന പേടകം മൂടണം. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ 10 കൽപ്പനക വചനത്തിലിരിക്കുമ്പോൾ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം അമ്മയാണ്. അമ്മയുടെ ഉദരത്തിലെ വചനം ഇരിക്കൽ മാംസമായാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് നീല മേലങ്കിയിട്ടിരിക്കണത്. അമ്മ വാഗ്ദാന പേടകമായതുകൊണ്ടാണ് ദാവീദിൻ്റെ കോട്ടയെ സ്വർണ്ണാരമേ വാഗ്ദാന പേടകമേ. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ വചനം കൽപ്പലകയായിട്ടിരിക്കുമ്പോൾ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിൽ കന്യഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുന്ന വാഗ്ദാന പേടകത്തിൽ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുണ്ട്. ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമ്പോൾ അമ്മ വാഗ്ദാന പേടകമാകുമ്പോൾ ആ വാഗ്ദാന പേടകത്തിൻ്റെ നിറവെന്താണ്? നീല. അതാണ് അമ്മയ്ക്ക് നീല മേലെങ്കിൽ അമ്മയ്ക്ക് ചാർത്തി കൊടുക്കുന്ന കാര്യം. അമ്മ വാഗ്ദാന പേടകമായതുകൊണ്ടാണ്. പിന്നെ എന്താ തിരി പച്ചയെന്ന് പറയുന്നത്? എന്താ കാര്യം? പച്ചയെന്ന് പറയുമ്പോൾ നോഹയുടെ കാലത്ത് എല്ലാ സമ്പൽ സമൃദ്ധിയും നശിച്ച് പ്രളയം കയറി മുടിഞ്ഞ് ചീഞ്ഞു പോയൊരു കാലമുണ്ട്. നോഹ വിശ്വസ്തനായ ദൈവത്തിന് നിന്ന കാരണം നോഹയ്ക്ക് ഉടമ്പടി പ്രകാരം കൊടുത്ത വാഗ്ദാനമാണ് ഐ വിൽ ഗിവ് യു എ ഗ്രീനറി എർത്ത്. പച്ച പുതച്ചൊരു ഭൂമി ഞാൻ നിനക്ക് വാഗ്ദാനമായി തരും. നിൻ്റെ സമ്പൽ സമൃദ്ധി നിനക്ക് ഉണ്ടാക്കും. നിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ ഞാൻ അഭിവൃദ്ധിപ്പെടുത്തും. ഐ വിൽ ഗിവ് യു എ ഗ്രീനറി എർത്ത്. 6:9 ഉൽപ്പത്തി പുസ്തകം. അതാണ് തിരി പച്ച വെച്ചിരിക്കണത്. പച്ച തിരി കത്തിക്കുമ്പോൾ ഓർക്കണം, കർത്താവിൻ്റെ വാഗ്ദാനത്തിന് നിറമാണ് പച്ച ചെയ്ത് കൈ അടിച്ച് കർത്താവ് കരകളുയർത്തി സ്തുതിക്കട്ടെ. അപ്പേ പരിശുദ്ധ ദൈവമാതാവേ, പ്രഭാതത്തില് നീലത്തിരി കത്തിച്ച് പ്രത്യക്ഷികളുടെ പ്രാർത്ഥന ചെല്ലുന്ന മക്കള് കർത്താവേ, ഉറങ്ങുന്നതിന് മുമ്പ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പച്ചത്തിരി കത്തിച്ച് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്ന മക്കള് കർത്താവേ, തിരുസന്നിധിയില് അവിടെ നിയോഗങ്ങള് സങ്കടങ്ങൾ സമർപ്പിക്കുന്നു. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മേ, ഈ മക്കളെ നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ. അമ്മേ എന്നെ പുതപ്പിക്കണേ, നിൻസുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. നിന്റെ സ്നേഹമേലങ്കിയ അമ്മേ എന്നെ പുതപ്പിക്കണേ, നിൻസുതന്റെ രക്തക്കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. കരങ്ങളുയർത്തി കുളിപ്പിക്കണേ, എന്നെ പുതപ്പിക്കണേ, എന്നും
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതി പൂഴ്ചയുണ്ടായിരിക്കും. അപ്പം എൻ്റെ മക്കൾ, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശ് രൂപ, ഉടമ്പടി തിരി, ഉടമ്പടി തൈലം, ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ആദ്യം ഹാൻഡ് ബുക്ക് വായിച്ച് നോക്കണം. കാര്യം കർത്താവിൻ്റെ വചനത്തിൽ ഇല്ലാത്തത് ഒന്നും ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇത് ഒരു 72 മണിക്കൂറിനുള്ളിൽ കർത്താവ് നൽകിയ വെളിപാടനുസരിച്ചാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആരോടും ചോദിക്കാതെ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ച് എഴുതിയതാണ്. അമ്മയോട് ഉടമ്പടി ചെയ്യാൻ, അമ്മ വഴി ഉടമ്പടി ചെയ്യാൻ ആദ്യം ആവശ്യപ്പെട്ടതിന് ശേഷം പിന്നീട് വന്ന സന്ദേശങ്ങളാണിതെല്ലാം. അതനുസരിച്ചാണ് അച്ചുട്ട പോലെ ചെയ്യും. അല്പം പോലും തെറ്റത്തില്ല അത്. അപ്പം എൻ്റെ മക്കളെ ചെയ്യുമ്പോൾ ഈ വിശ്വസ്തത എന്ന് പറയണത് ടെസ്റ്റിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ്. കാരണം ടെസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷണം. എല്ലാ വിഷയങ്ങൾക്കും അല്ല, ചില വിഷയങ്ങൾക്ക് പരീക്ഷണമുണ്ട്. കാര്യം അത് വിശ്വസ്തത ടെസ്റ്റ് ചെയ്യണതാണ്. ഇപ്പം ചില വിഷയം, ഇപ്പം പരീക്ഷയുടെ കാലത്ത് എന്താ ചെയ്യേണ്ടത്? കർത്താവ് എന്താ ചെയ്തത്? പരീക്ഷയുടെ സമയത്ത് പ്രാർത്ഥിച്ചു. മരുഭൂമിയിലായാലും ഗെത്സേമിനായാലും ഈശോ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പം നിൻ്റെ പ്രാർത്ഥനാ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പരീക്ഷ വെച്ചിരിക്കുന്നത്, അല്ല നിന്നെ വിഷമിപ്പിക്കാനല്ല. പരീക്ഷ ഒരു കാര്യം, ചില കാര്യങ്ങൾ താമസിക്കുമ്പോൾ അത് പരീക്ഷയാണ്. ചില കാര്യങ്ങൾ താമസിക്കുമ്പോൾ അത് പരീക്ഷയാണ്. പരീക്ഷയുടെ ഉദ്ദേശം എന്താണ്? എബ്രഹാത്തിനെ ദൈവം 25 കൊല്ലം പരീക്ഷിച്ചില്ലേ? പുറപ്പാട് ജനതയെ 40 കൊല്ലം പരീക്ഷിച്ചു. കർത്താവിനെ 40 ദിവസം പരീക്ഷിച്ചു. അപ്പോൾ ഇതിനെല്ലാം പരീക്ഷ ഉള്ളതാണ്. വിശ്വസ്തത ടെസ്റ്റ് ചെയ്യണത് പരീക്ഷയിലൂടെയാണ്. എല്ലാ കാര്യത്തിനുമല്ല. 6 കാര്യത്തിനും പരീക്ഷ ഒന്നുമില്ല. അതിനകത്ത് ഒരു കാര്യത്തിൽ ചിലപ്പോൾ പരീക്ഷ ഉണ്ടാകും. പരീക്ഷ വരുമ്പോൾ എന്താ? എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവലേക്ക് മാറി, എൻ്റെ പരീക്ഷ, എൻ്റെ SSLC മാറി ഞാൻ +2 കയറിയിരിക്കണമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ പരീക്ഷ ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ കടക്കാർ ചിലപ്പോൾ വെടിവെച്ച് പോരുമെന്നൊക്കെ പറയും. നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? കൊന്തയെടുത്ത് പ്രാർത്ഥിക്കണം. വില്ലേജ് ഓഫീസർ വന്ന് ജപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു മരിയൻ തപസ് കൂടി പോയ ഒരു ചേച്ചി ഞാൻ എപ്പോഴും ആ സാക്ഷി ഓർക്കും. അവർ മരിയൻ തപസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴുണ്ട് വില്ലേജ് ഓഫീസർ ജപ്റ്റിന് നോട്ടീസ് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴവർ കാറിക്ക് പോയി നെഞ്ചട്ടടിച്ചിട്ടൊന്നുമില്ല. അവർ ജപമാല എടുത്തത് ഇങ്ങനെ ആട്ടിക്കാണ്. സാർ ഇത് കണ്ടോ? ഇത് ജപമാലയെന്ന് പറയും. സാറിന് മനസ്സിലാകത്തില്ല. ഈ ജപമാല കൊണ്ട് സാറിനെ കൊണ്ട് ഞാൻ തുറപ്പിക്കുമെന്ന് പറയും. അതെന്താ കാര്യം? ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസ്തതയുടെ ദൈവത്തിലാണെന്ന്. ദൈവം നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വാസം കൊണ്ടും വിശ്വസ്തത കൊണ്ടും ദൈവത്തെ നമ്മൾ ആസ്തിയാക്കുകയാണ്. കൈ അടിച്ചു കിടത്താണ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ജീവിത ദുരിതങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ അഭിഷേകം ചെയ്യണമേ. ചേർന്ന് പാടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ച. അപ്പോൾ അത് പരീക്ഷയാണല്ലേ? നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ വീട് ജപ്തി വെക്കുന്നത് പരീക്ഷയാണ്. പക്ഷെ നമുക്കൊന്നും പരീക്ഷ ജയിച്ച ആൾക്കാരുടെ അടുത്ത നിലപാടുകളാണ് നമ്മുടെ ആസ്തി. ആ വിശ്വസ്തതയുടെ കാലം, ആ സമയത്ത് അയ്യോ കർത്താവ് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ വീട് ജപ്തിയായില്ല എന്ന് പറഞ്ഞാൽ പരാതിയായി. അപ്പോൾ ഉടനെ നീ വിശ്വസ്തയുടെ അനുഗ്രഹം തരാൻ പോവുകയായിരുന്നു. അപ്പോൾ നീ വീണ്ടും പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ചെയ്യരുത്. നമുക്ക് മുമ്പോട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ടെസ്റ്റ് കഴിയുമ്പോൾ, ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? ഇപ്പോൾ വണ്ടിയുടെ ടെസ്റ്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ. വണ്ടിയുടെ ടെസ്റ്റ് കഴിയുമ്പോൾ ആ ടെസ്റ്റ് കാലത്തൊക്കെ നമുക്ക് ഭയങ്കര കാശ് മുടക്കാം. വരുമാനമില്ല. വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് പെയിൻ്റ് അടിക്കണം, മെക്കാനിക്കൽ വർക്ക് ചെയ്യണം. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഓട്ടമില്ലാത്ത കാരണം കാശിങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ പലപ്പോഴും ടെസ്റ്റ് കാലത്ത് വരുമാനം ഉണ്ടാകില്ല, കുറവായിരിക്കും. പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടില്ലെന്ന് വരും. പ്രാർത്ഥന വരുമാനം ഉണ്ടാകത്തില്ല. ടെസ്റ്റ് കാലമാണ്. ടെസ്റ്റ് കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നിൽക്കുന്ന കാലം ടെസ്റ്റ് കാലമാണ്, പരീക്ഷണ കാലമാണ്. അപ്പോൾ ടെസ്റ്റിൻ്റെ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചിലവ് വരത്തുള്ളൂ, വരവുണ്ടാകത്തില്ല. ചിലവ് വരും. അപ്പോൾ ചിലവ് വരുമ്പോൾ അറിയണം ടെസ്റ്റാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുമ്പോൾ അറിയാൻ ടെസ്റ്റാണ്. ടെസ്റ്റ് വിജയപൂർവ്വം നിങ്ങൾ തരണം ചെയ്യണം. ടെസ്റ്റ് തരണം ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റും. ഇപ്പോൾ വണ്ടിയുടെ ടെസ്റ്റ് ആണെങ്കിൽ എന്താ ചെയ്യണത്?
ലൈസൻസ് പുതുക്കും. ലൈസൻസ് പുതുക്കിയ ഇൻഷുറൻസ് പുതുക്കും. അതന്നെ ഇതിൻ്റെ അകത്ത് വരണത്. ദൈവമകൻ ദൈവമകളെന്ന് ലൈസൻസ് പുതുക്കും, ടെസ്റ്റിലൂടെ പുതുക്കത്തുള്ളൂ. ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ ദൈവമകൾ ദൈവമകൻ എന്നുള്ള നിൻ്റെ ഇൻഷുറൻസ്, നിൻ്റെ പദവി പുതുക്കി തരും. ലൈസൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഗുണം? ഇൻഷുറൻസ് ചെയ്യാം. അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലെങ്കിൽ ഇൻഷുർ ചെയ്യാൻ പറ്റത്തില്ല. സംരക്ഷണം. ദൈവം പണ്ടേ ഇൻഷുറൻസ് ഉള്ള ആളാണ്, ഇൻഷുറൻസ് തരുന്ന ആളാണ്. ജോബിന് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം തിരിച്ചു കൊടുത്തു. ജോബിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ജോബിന് മുമ്പ് നേരത്തെ സുരക്ഷിതം ഉണ്ടായിരുന്നു. സാത്താൻ പോലും അത് അംഗീകരിച്ചതാണ്. ജോബിൻ്റെ സമ്പത്തിന് ചുറ്റും വെയിൽ കെട്ടിയിരിക്കണമെന്ന് പറഞ്ഞില്ലേ, അതായത് ഇൻഷുറൻസ്. ജോബിൻ്റെ പുസ്തകം 1:10 എന്താണ്? ജോബിൻ്റെ ഇൻഷുറൻസാണ്. നിൻ്റെ സമ്പത്ത് ചുറ്റും ദൈവം വെയിൽ കെട്ടി വെച്ചിരിക്കുകയാണെന്ന്. ആ വെയിൽ ദൈവം പൊളിച്ചു കളഞ്ഞ് ടെസ്റ്റിൻ്റെ ഇതിലിട്ട് കൊടുത്ത് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചെല്ലാം കൊടുത്തു. ഇപ്പം ഏതെങ്കിലും ടെസ്റ്റ് കഴിയുമ്പോൾ മുമ്പത്തേക്കാൾ ഇരട്ടിയായിട്ടാണ് തിരിച്ചു തരണത്. അപ്പം അതിങ്ങനെ ഉടമ്പടിയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയ്ക്കുള്ള സമ്മർദ്ദമാണ്. പ്രാർത്ഥിച്ച് വളരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുവഴി നിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നു. ആത്മീയ സാഹചര്യങ്ങളെ അഭിഷേകം ചെയ്യാൻ പോകുന്നു. കൈ അടിച്ചു കർത്താണ്. എൻ്റെ പേര് സുധാകുമാരി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 17/6/2022 കടം കൊണ്ട് നിൽക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരൻ്റെയും സഹായത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. വലിയ കാര്യം. എൻ്റെ മക്കളുടെ 2 പേരുടെ ജോലിക്കാര്യം എഴുതി. അതിൽ ഇപ്പോൾ എൻ്റെ ഇളയ മകന് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. എൻ്റെ മോന് ഉടമ്പടി എടുത്തു. എൻ്റെ മോൻ ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ മോന് ആ ജോലി കിട്ടി. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി ഞാൻ അറിയിക്കുന്നു. ഒരുപാട് നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മാതാവിനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ മാതാവും തിരുക്കുമാരനും നമ്മളെ കൂടെ ഉണ്ട്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും മാതാവ് കൂടെ, ആരും ഇല്ലാത്ത നമുക്ക് മാതാവ് കൂടെ ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയും എല്ലാത്തിലും രീതിയിലാണ് ഞാൻ മുമ്പോട്ട് പോയത്. ഇത്രയും 3 വർഷക്കാലം ആരുമില്ലാത്ത എനിക്ക് എൻ്റെ മാതാവിൻ്റെ ഒരു സഹായത്തോടു കൂടി മാത്രമാണ് ഞാൻ മുമ്പോട്ട് പോയത് എന്ന് വേണം പറയാൻ. ഓരോ ദിവസങ്ങളിലും ഓരോരോ പ്രശ്നങ്ങളും എല്ലാം തരണം ചെയ്ത് ഇവിടെ വരെ എത്തി. ഇപ്പോൾ എൻ്റെ മോന് അടുത്ത ആഴ്ച വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി. ബാക്കി എൻ്റെ മകൻ പറയും. എൻ്റെ പേര് ആകാശ് പി കുമാർ. ഞാൻ ആദ്യം തന്നെ ഈ അൽത്താരെ നിൽക്കാൻ സഹായിച്ചതിന് തിരുകുമാരനോടും മാതാവിനോടും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 6 മാസം 8 തീയതിയാണ്. ഉടമ്പടി എടുത്ത അന്നോട്ട് ഇന്ന് വരെയും പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഏത് സാഹചര്യം വന്നാലും പ്രാർത്ഥിച്ചിട്ട് മാത്രമേ മുമ്പോട്ട് പോകാറുള്ളൂ. അമ്മയും പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ വന്ന കൊച്ചും ആ കൊച്ചിൻ്റെ അമ്മയും എല്ലാവരും കൂടെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത്. വന്ന് കണ്ട് സംസാരിച്ചു തുടങ്ങിയപ്പം എന്തൊരാവശ്യം വന്നാലും എന്തൊരു വിഷമം വന്നാലും ആദ്യമേ മാതാവ് എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു കാര്യം മാത്രം എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. ഞാൻ പോലും അറിയാതെ എൻ്റെ വായിലങ്ങനെ സംസാരിച്ചു. ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു തുടങ്ങിയത് ഈ പള്ളിയിലാണ്. അന്നോട്ട് ഇന്നുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ പുറത്തോട്ട് പോകത്തില്ല, നാട്ടിൽ തന്നെ നിൽക്കും. എനിക്ക് ഈ നാട്ടിൽ ഇവിടുത്തെ പോലീസ് ജോലിയായിരുന്നു എനിക്ക് ആഗ്രഹം. 3-4 കൊല്ലം കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് PSC എക്സാം എഴുതി വരുന്നുണ്ട്. ഓരോ വട്ടവും ഓരോ കാരണങ്ങളായിട്ട് അത് മുമ്പോട്ട് വന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നിട്ട് അത് കൈ കിട്ടാതെ പോകുന്ന ഒരവസ്ഥയാണ്. ഇപ്പം കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേന് ഞാൻ തന്നെ തീരുമാനിച്ചു ഒരു 3-4 കൊല്ലം പുറത്ത് പോയി നിന്നിട്ട് വരാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. 1 മാസം ആവുന്നതിന് മുമ്പേ തന്നെ ഒരു പത്രത്തിലൊരു ആഡ് കണ്ടു. ആ ആഡിന് പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് ഓക്കെ ആയി. തിരിച്ചു വന്ന് 2ാമത്തെ ദിവസം എനിക്ക് കോൾ വന്നത് എനിക്ക് ഓക്കെ ആയിട്ടുണ്ട് എന്ന് അവരുടെ ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ ഓഫീസിൽ ചെന്ന് സംസാരിച്ചപ്പം നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു എമൗണ്ട് ആണ് ആദ്യമേ പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, അത് എങ്ങനെയെങ്കിലും ആവും. വീട്ടിൽ സംസാരിച്ചപ്പോൾ എല്ലാവരും നിന്ന ധൈര്യത്തിൻ്റെ പേരിൽ, മാതാവിൻ്റെ ഒരു ധൈര്യത്തിൻ്റെ പേരിൽ ഞാനത് എങ്ങനെയെങ്കിലും ആവും എന്ന് വിചാരിച്ച് ഞാനത് ഓക്കെ പറഞ്ഞു. എല്ലാം ആയി. പൈസ കൊടുക്കേണ്ട സമയം വിസ വന്നതിന് ശേഷം പൈസ കൊടുത്താമെന്ന് പറഞ്ഞു. വിസ വന്ന് അതുവരെയും എനിക്ക് ഒരു പോലും എൻ്റെ കയ്യിലായിട്ടില്ലായിരുന്നു.
ഞാൻ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച ആൾക്കാരത് ചോദിച്ച ആരുടെ കയ്യിലും അന്നേരം വരെ ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതും. ആരുടെ കയ്യിൽ നിന്ന് എനിക്കതുവരെ കിട്ടിയില്ല. പിന്നെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ എന്നെ സഹായിച്ചാണ്, എന്നെ വിശ്വസിച്ച് സഹായിച്ചാണ്. അത് മാതാവിൻ്റെ ഒരു കാരുണ്യമായിട്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന രീതിയിൽ എനിക്ക് ജോലി കിട്ടിയതും പോലീസിൻ്റെ, ദുബായ് പോലീസിൻ്റെ അണ്ടറിൽ വരുന്ന സെക്യൂരിറ്റി ഗാർഡായിട്ടാണ്. ഞാൻ നാട്ടിലെ പോലീസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടിയിൽ എഴുതിയത്. പക്ഷേ എനിക്ക് കിട്ടിയത് ദുബായ് പോലീസിന് അണ്ടറിൽ വരുന്ന സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള ജോലിയാണ്. ഈ ജോലി കിട്ടിയതിൽ മാതാവിനോടും തിരുകുമാരനോടും നന്ദി പറയുന്നു. ഒപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്നതിൻ്റെ പേരിൽ നമ്മൾ പത്രം എല്ലാ ഞായറാഴ്ചയും വിതരണം ചെയ്യുന്നുണ്ട്. പള്ളി വന്നിട്ട് പോകുമ്പോൾ നമ്മൾ പത്രം നമ്മളെ കൊണ്ട് കഴിയാവുന്നത്രയും വാങ്ങിച്ചുകൊണ്ട് പോവുകയും പറ്റാവുന്നത്ര എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ നമ്മൾ കൊല്ലത്ത് തന്നെയുള്ള പള്ളിയിലായാലും അല്ലാതെ ഉള്ള ആൾക്കാരുള്ള സ്ഥലങ്ങളിലായാലും പോയി കണ്ട് സംസാരിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് പത്രം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനം എന്ന രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മിക്ക ഞായറാഴ്ചയും ആഹാരങ്ങൾ കൊടുത്ത് ഓരോ ഗവൺമെൻറ് ആശുപത്രികളുടെ ഫ്രണ്ടിലും അല്ലാതെ ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ പോയി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റിയതിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആട്ടോ എടുക്കാൻ പറ്റി. അതെല്ലാം മാതാവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ്. വരുമാന മാർഗമായിട്ട് ഞങ്ങൾക്കൊരു ഉപജീവനമാർഗത്തിനായിട്ടൊരു വണ്ടി വേണമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. സ്വന്തമായി പുതിയൊരു വാഹനം തന്നെ എൻ്റെ മുറ്റത്ത് വന്ന് അതുപോലെ ഓരോരോ കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഇന്ന് എൻ്റെ മോൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, മാതാവ് ഞങ്ങളെ കൂടെ ഉണ്ടെന്നുള്ളതിന് എനിക്കൊരു സാക്ഷ്യം തരണമെന്ന്. ഇന്ന് എൻ്റെ മോൻ്റെ കയ്യിൽ മാതാവിനെ തന്നെ കിട്ടി. അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഞങ്ങൾക്ക് ഇനിയും പൈസയുടെ ആവശ്യമുണ്ട്. അത് എൻ്റെ മാതാവും തിരുകുമാരനും ഞങ്ങൾക്ക് നടത്തിത്തന്ന് എൻ്റെ മോൻ അടുത്ത ആഴ്ച പോവാനും രക്ഷപ്പെടാനും എല്ലാമുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് തരുന്നത് എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, വാടകയ്ക്ക് താമസിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുമ്പോഴും ഞാൻ എൻ്റെ മാതാവിനെയാണ് വിളിക്കുന്നത്. എൻ്റെ മാതാവും തിരുകുമാരനും അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ എനിക്ക് ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ്. ഏത് കാര്യത്തിന് പോയാലും കാശുരൂപവുമായാണ് ഞാൻ പോകുന്നത്. മോൻ്റെ അടുത്തും പറയും, മക്കൾ ഇതിനിറങ്ങി തിരിച്ചപ്പോഴേ കാശുരൂപവുമായി പോകും. അന്നേരം അവൻ എന്നെ വിളിച്ചിട്ട് പറയും, അമ്മ എൻ്റെ കൂടെ ആരുമില്ല, ഓരോ കാര്യത്തിനും ഞാൻ ഓടി നടക്കാൻ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, മക്കൾ ഒറ്റയ്ക്കല്ല, മോൻ്റെ കൂടെ വരേണ്ട ആളുണ്ട്. എല്ലാ കാര്യവും ആ മാതാവ് നടത്തിത്തരും. മനുഷ്യരായി ആരും നിൻ്റെ കൂടെ ഇല്ലെങ്കിലും അമ്മ മാതാവും തിരുകുമാരനും നിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പവും വരുത്താതെ നിനക്കിത് സക്സസ് ആക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം അവൻ പറയുന്നത്, പൈസയ്ക്ക് പൈസയും ഇല്ല, ആളുമില്ല, ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് എല്ലാ കാര്യത്തിനും ഓടണം, അതിൻ്റെ ഇടയിൽ ജോലിക്കും പോകണം, ഞാൻ പറഞ്ഞു. എന്ത് പ്രതിസന്ധി വന്നാലും മാതാവ് മക്കൾ ഇത് നീ വിചാരിച്ചത് ഇവിടുത്തെ പോലീസാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ അവിടെ എത്തിച്ചേരാനാണ് മാതാവ് നിനക്ക് അനുഗ്രഹം തന്നത്. ഈ അനുഗ്രഹത്തിൽ മക്കൾ മുന്നോട്ട് പോകണം, ഒരിക്കലും തളരരുത്. ഒത്തിരി തവണ എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു, പോകുന്നിടത്തുനിന്നൊന്നും പൈസ കിട്ടുന്നില്ല, ഞാൻ എങ്ങനെ പോകും, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, ഇപ്പുറത്ത് നമുക്ക് കടവുണ്ട്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞു, കാശുരൂപം നിൻ്റെ കയ്യിലുണ്ട്, നീ ആ ഒരൊറ്റ ധൈര്യത്തിൽ മുൻപോട്ട് പോയിക്കോ, എല്ലാ കാര്യങ്ങളും നിനക്ക് ആ മാതാവ് നടത്തിത്തരും. നമ്മളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈവിടത്തില്ല മാതാവ്. ഈ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മാതാവ് കൈവിടത്തില്ല എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് മുന്നോട്ട് പോയത്. ഇപ്പോഴും ഇവിടെ വെച്ചും ഞാനത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ മോൻ്റെ കയ്യിൽ ഇന്ന് മാതാവിൻ്റെ രൂപമാണ് മോൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി അതിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം ഇന്നിപ്പോൾ അവനുമായിട്ടുണ്ട്. മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, ബാക്കി കാര്യങ്ങൾക്ക് എല്ലാം ശരിയാവും. അവൻ്റെ കൂടെയുള്ള ആളിനിപ്പം വ്യാഴാഴ്ച പോകാനുള്ള ടിക്കറ്റ് വരെ ഓക്കെ ആയി. നമുക്ക് ടിക്കറ്റിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇനി പൈസയുടെ കുറവുണ്ട്. അതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാം. അത് മാതാവ് തന്നെ നടത്തി തരുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് മാതാവിന്. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിലും സർക്കാർ ഹോസ്പിറ്റലുകളിലും വഴിയിലിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും അനാഥാലയത്തിലും ഒക്കെ പോയി നമ്മളെ കൊണ്ട് കഴിയുന്നത്, ഒരുപാടൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ലെങ്കിലും വീട്ടിൽ ആഹാരം ഉണ്ടാക്കി ഉള്ള കഴിവിനനുസരിച്ചുള്ള ആഹാരം ഉണ്ടാക്കി കൊണ്ടുചെന്ന് പൊതിയായി കൊണ്ടുവന്ന് അവർക്ക് കൊണ്ടുവന്ന് ഒരു നേരത്തെ ആഹാരത്തിനുള്ളതെങ്കിലും കൊടുക്കാൻ മാസത്തിലൊരിക്കലെങ്കിലും ചെയ്യാനുള്ള ഇത് മാതാവ് തരുന്നതിനനുസരിച്ച് നമ്മൾ ഇനി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും.
അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എന്നെ ഈ അൾത്താരയിൽ കയറി നിന്ന് എനിക്ക് ഇത്രയും പറയാനുള്ള ഇത് തന്നതിന് എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും. പിന്നെ ജീവിതകാലം മുഴുവനും മരണം വരെയും ഈ ഉടമ്പടി മുൻപോട്ട് പോകണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക്. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു തവണ കൂടി ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. இயேசுக்கே நன்றி. மரியே வாழ்க. மாதா காட்சி தந்த இந்த புண்ணிய பூமியில் எங்களை சாட்சியாக நிறுத்திய இயேசுவுக்கும் அம்மா மாதாவுக்கும் ஆயிரம் ஆயிரம் நன்றிகள். எனது பெயர் ஃபிலோமின். எனது கணவர் பெயர் ஸ்டான்லி. அவர் தான் உடம்படி எடுத்திருக்காரு. எங்களுக்கு 2 பசங்க இருக்காங்க, படிச்சிட்ருக்காங்க. நாங்கள் தமிழ்நாட்டில் வந்திருக்கோம். கணவர் கட்டிடப்பணி செய்கிறாரு கேரளாவில். அதனால் இப்போ இங்கே தங்கியிருக்கோம். ஒரு கோவிட்டுக்கு பிறகு ஒரு 4 வருஷமாக எங்கள் குடும்பத்தில் ரொம்ப பிரச்சனைகளை சந்திச்சிட்டு இருந்தோம். சொல்ல முடியாத வேதனைகள், மனதளவிலும் உடலளவிலும் பொருளாதாரத்திலும் பல பிரச்சனைகளை சந்திச்சிட்டு இருந்தோம். எங்கே போனால் விடுதலை கிடைக்கும், எங்கே போனால் கடவுள் ஒரு விடுதலை ஆறுதல் தருவார் அப்படின்னு நினச்சி ரொம்ப வேதனையில் இருந்த நேரத்தில் இவங்க உறவினர் தான் ஒருத்தங்க வழியாக கிருபாசனத்துக்கு வாங்க உடம்படி எடுப்போம் அப்படின்னு சொல்லி கூப்பிட்டு உடம்படி எடுத்தோம். அதிலிருந்து எதை நினச்சி நாங்கள் கண்ணீர் விட்டோமோ அதுக்காக கடவுள் மாதாவும் எங்களை கண்ணீர் விட வைக்கவே இல்லை. நான் உன்னோடு இருக்கிறேன், அஞ்சாதே, கலங்காதே, நான் உன் கடவுள், உனக்கு வலிமை அளிப்பேன், உனக்கு உதவி செய்வேன் என்று சொல்லி ஒவ்வொரு நொடி பொழுதும் அதிலிருந்து எங்களை திடப்படுத்தி வராங்க. முதலாவதாக எனது கணவர் எங்களுக்கு திருமணம் ஆகும் முன்னாலே ஒரு 30 ஆண்டுகளாக குடிநோய்க்கு அடிமையாக இருந்தார். அவர் இந்த உடம்படி எடுத்த பிறகு ஒரு நாளும் அவர் அந்த போதைப் பொருள் யூஸ் பண்ணதுக்கோ குடிக்கிறதுக்கோ போகிறது கிடையாது. அதிலிருந்து நல்ல ஒரு மாற்றத்தை கொடுத்துருக்காங்க கடவுள். அதுக்காக முதலாவதாக மாதாவுக்கும் ஏசப்பாவுக்கும் மாதாவுக்கும் நான் நன்றி கூறுகிறேன். அதுக்கு பிறகு நல்ல குடும்பத்தில் ஒரு சமாதானம் உண்டதுனால நல்ல ஒரு அமைதியான ஒரு குடும்பமாக இருக்குது. இப்போ காலையில் எழும்பி அவரே முதல்ல ப்ரேயருக்கு உட்காந்துருவார். காலையிலே நேரமே சாயங்காலமும் ப்ரேயர். அப்புறம் வசதி கிடைக்கிற நேரம் எல்லாம் பைபிள் வாசிப்பார். அப்புறம் ரெண்டாவது எனது மார்பில் ஒரு இடது பக்கம் ஒரு வலி நல்லா 4 மாதமாக இருந்துச்சு. அதில் ஒரு நாள் தியானத்தில் ஜோசப் ஃபாதர் சொன்னாங்க, எந்த இடத்துல வலி இருக்கோ அந்த இடத்துல கை வச்சு ப்ரேயர் பண்ணுங்க அப்படின்னு சொல்லிட்டு. அப்போ நான் கையை வச்சு ப்ரேயர் பண்ணுற நேரம் எனக்கு ஒரு அதிர்வு போல் எனக்கு உடம்புல தெரிஞ்சிச்சு. அதுலேருந்தே எனக்கு அந்த வலி குறைஞ்சிச்சு. அது மட்டும் இல்லை, நான் முதலேருந்தே இது அபிஷேக தைலம், உடம்படி தைலம் அதில் சிலுவை போட்டு ப்ரேயர் பண்ணிகிட்டு இருந்தேன். அப்புறம் இவருக்கு அந்த உடம்படி உப்பு உணவில் கலந்து கொடுக்குது. காலையிலையும் சாயங்காலமும் அபிஷேக தைலம் பூசி நாங்கள் ப்ரேயர் பண்ணுவோம். அப்புறம் மூணாவது இவர் பழைய கார் ஒன்று வாங்கணுன்னு முன்னாலே ஒரு ஆசைப்பட்டு இருந்தாங்க. பிறகு இப்போ உடம்படிக்கு பிறகு மாதா ஒரு புதியதாக ஒரு கார் வாங்குறதுக்கு எங்களுக்கு பரிந்து பேசியிருக்காங்க. அதுக்காகவும் நாங்கள் இயேசுவுக்கும் மாதாவுக்கும் நன்றி சொல்லிக்கிறேன். அப்புறம் நாங்கள் உடம்படி பத்திரம் வாங்கி இங்கேருந்து தமிழ்லையும் மலையாளத்துலேயும் வாங்கி தமிழில் தமிழ்நாட்டில் கொண்டு கொடுப்போம். மருத்துவமனைகள்லேயும் ஆலயங்கள்லேயும் கொடுப்போம். இங்கே மலையாளத்தில் உள்ளதை வாங்கி இங்கே கேரளாவில் கொடுப்போம். அப்புறம் புண்ணிய செயல்கள்னு சொல்லும்போது மருத்துவமனைகளில் அங்கே கேன்சர் நோயாளிகளை சந்தித்து தேவைப்படுறவங்களுக்கு சின்ன சின்ன உதவி எங்களால் முடிஞ்சது செய்வோம். அவங்களுக்காக ஜெபிப்போம். அப்புறம் தேவையில் இருக்கவங்களுக்கு சின்ன உதவிகள் செய்வோம். வீடுகளை சந்தித்து தேவைப்படுறவங்களுக்கு ஜெபிப்போம். அப்புறம் கேரளாலேயும் அபயா பவன் சொல்கிற பவனத்துக்கு முடிஞ்ச உதவி காலையில் டிஃபன் ஏதாவது எங்களால் முடிஞ்சதை இடையிடையே கொண்டு செய்வோம். அப்படி சின்ன சின்ன உதவிகள் செய்துட்ருக்கோம். 2 வருஷமாக அகண்ட ஜப மாலையில் நாங்கள் கலந்துட்டுருக்கோம். அந்த முதல் வருஷம் கழிஞ்ச வருஷம் உடம்படி எடுத்தது 2024 பிப்ரவரி மாதம்.
அந்த வருஷம் இது அகண்ட ஜெபமாலைக்கு பிறகு எனக்கு அடிக்கடி முல்லைப்பூ வாசனை நல்ல ஒரு மனம் மாதாவுக்கு தருவாங்க. எனக்கு அப்போது எந்த பிரச்சனை வந்தாலும் உடனே கூட இருக்காங்க, நான் உனக்கு கூட உண்டு அப்படின்னுள்ள ஒரு தைரியம் இருக்குது. எங்களுக்கு தன்னம்பிக்கையை வளர்ந்து நல்ல ஒரு நம்பிக்கையில் எங்களை கொண்டு போயிட்டுருக்காங்க. அதற்காக நன்றி சொல்லிக்கிறோம். இந்த கிருபாசனத்திலே பணி செய்கின்ற ஃபாதர்ஸ், அப்புறம் சகோதரிகள், இங்கு பணி செய்கின்ற ஒவ்வொருவருக்கும் ஆகவும் அவர்களுக்காக இறைவனுக்கு நன்றி சொல்லிக்கிறோம். மீண்டும் நாங்கள் எங்கள் குடும்பம் முழுவதும் இறைவனுக்கு உந்த சாட்சிகளாக அம்மா மாதாவோடும் இயேசுவோடு இணைந்து வாழ எங்களுக்கு அருள் செய்ய வேண்டும் என்று வேண்டி நன்றி கூறி சாட்சியை முடிக்கிறோம். இயேசுவுக்கே புகழ், இயேசுவுக்கே நன்றி. மரியே வாழ்க.